നമ്മൾ ഇപ്പോൾ പ്രിയ ഷൈജൻ ബ്രദറും ഒക്കെ പറഞ്ഞതുപോലെയും പ്രിയ ജോസാറ് പ്രാർത്ഥനയിൽ സ്മരിച്ചതുപോലെയും കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വിശ്രമിച്ചു. വയനാട്ടിൽ നിന്ന് നമ്മുടെ ഈ ക്ലാസ്സിന് സംബന്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ആ പ്രദേശത്തുള്ള ആളുകളും രാത്രി അവരുടെ അധ്വാന ശേഷം വിശ്രമിച്ചു. രാവിലെ പൂപ്പരപ്പിൽ നിരവധി ആളുകളെ കാണാൻ സാധിച്ചില്ല. ജീവന്റെ തുടിപ്പുകൾ അവിടെ ഉണ്ടെന്ന് ഒരു അറിവ് കിട്ടിയിടത്ത് ചില രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. എന്നാൽ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഭൂമിക്കടിയിലേക്ക് മാറ്റപ്പെട്ടു. ആ പ്രദേശം ഒരു ശവപ്പറമ്പായിട്ട് മാറ്റപ്പെട്ടു. ഇന്നലെ സമൂഹ പ്രാർത്ഥനയോടുകൂടെ ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഹൃദയമുള്ളവർക്ക് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പലരുടെയും പൂർണ്ണമായി ശരീരം കിട്ടിയിട്ടില്ല, ശരീരഭാഗങ്ങളെ കിട്ടിയിട്ടുള്ളൂ. മനുഷ്യൻ അത്ര നിസ്സാരമാണ്. നമ്മൾ വളരെ പ്രാർത്ഥനയോടും, പലപ്പോഴും മനുഷ്യൻ വളരെ ഹുങ്കും അഹങ്കാരവും നിഗളവും ധാർഷ്ട്യവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതികൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യനൊന്നുമല്ല. മനുഷ്യന്റെ നിസ്സഹായത വെളിപ്പെടുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. ഞാനിപ്പം അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതേ തുടർന്ന് ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിലെ ഒരു സന്ദേശം അദ്ദേഹം കൈമാറിയപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രൂരതകൾ നടക്കുമോ? സന്തോഷ് കുളങ്കരയും അതാണ് ചോദിച്ചത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പഴിക്കുകയാണ് മനുഷ്യൻ. നമ്മളിങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനുഷ്യന്റെ ആത്യന്തിക നന്മ ആഗ്രഹിച്ച് ദൈവം മനുഷ്യനെ നിർമ്മിച്ച് ഈ ഭൂമിയിലാക്കിയത് ഏറ്റവും മഹത്തരമായ അനുഭവത്തിലാണ്. ഈ ദുരന്തങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തിയത് ദൈവമല്ല, മനുഷ്യൻ കൊണ്ടുവന്നതാണ്. ഒരൊറ്റ വാക്ക് ദൈവത്തെ പഠിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇത് ഇന്നലെ തുടങ്ങിയല്ലേ? എന്ന് പാപം ലോകത്തിൽ പ്രവേശിച്ചോ അന്ന് ആരംഭിച്ചതാണിത്. അതിൻ്റെ ഉത്തരവാദി ആരാ? അതിൻ്റെ ഉത്തരവാദി പൂർണ്ണമായിട്ടും മനുഷ്യനാണ്. അത് കൃത്യമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. എന്നാൽ ഇവയിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിക്കുന്നു ചില സന്ദർഭങ്ങളിൽ. അതിന് നാം ദൈവത്തോട് നന്ദിയുള്ളവരാണ്. മറ്റൊരു പ്രധാന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ ഭൂമിയിൽ ഒരിടവും സുരക്ഷിത സ്ഥാനമല്ല. ഒരു സ്ഥലവും. കഴിഞ്ഞ ക്ലാസ്സിന് തൊട്ട് മുമ്പ് ഷൈജൻ ബ്രദർ പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഉദ്ധരിക്കുക. എന്തായാലും സാറിൻ്റെ അവിടെയെങ്കിലും വെള്ളം കയറുകയില്ല, സാറ് താമസിക്കുന്നിടത്തൊന്നും വെള്ളം കയറുകയില്ല എന്നൊരു വാചകം പറഞ്ഞു. അന്ന് രാത്രിയിലെ ഈ സംഭവം ഓർക്കണം. ഈ ഭൂമിയിൽ ഒരു സ്ഥാനവും സുരക്ഷിത സ്ഥാനമല്ല. ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ സുരക്ഷിതമായ ഇടം. അത്യുന്നതന്റെ മറവും സർവശക്തന്റെ നിഴലിൻ്റെ കീഴിൽ. ആ ചിറകിൻ്റെ കീഴിലാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വമുള്ളത്. നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും
നമ്മൾ അവിടെ സുരക്ഷിതർ ആയിരിക്കും. ദൈവത്തിൽ ഞാൻ കണ്ടൊരു ശാശ്വതമാം പാർപ്പിടം എന്നൊരു പാട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിൽ പാർപ്പിടം കണ്ടെത്തിയവരാണ് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതരായിട്ട് പാർക്കുന്നവർ. അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വരികയെന്നല്ല പറഞ്ഞത്, പക്ഷെ അവർ സുരക്ഷിതരാണ്. ഞാൻ ഒരു വാചകം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾക്ക് ഈ ലോകത്തോടുള്ള ബന്ധം എത്രയേ ഉള്ളൂ. നമുക്ക് ഈ ലോകത്തോടുള്ള ബന്ധം ഒരു വ്യക്തി അത് കരുതി ജീവിച്ച, ഞാൻ ഇന്നലെയും ഞങ്ങളുടെ അസംബ്ലിയിൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട കാനവച്ചൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം എൻ്റെ ബാല്യത്തിൽ ഞാൻ കേട്ടതാണ്, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതാണ്: ഒരു പക്ഷിക്ക് ഒരു വൃക്ഷത്തോടുള്ള, ഞാൻ അത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പക്ഷിക്ക് ഒരു വൃക്ഷത്തോടുള്ള ബന്ധമാണ് ഒരു വ്യക്തിക്ക് ഈ ലോകത്തോടുണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷം കാറ്റുകൊണ്ട് മറിഞ്ഞു പോകാം, കടപുഴകി പോകാം, പക്ഷെ ആ പക്ഷി എന്ത് ചെയ്യും? ആ സമയത്ത് അത് പറന്നു പോകും. ഈ ബന്ധമേ നമുക്കുണ്ടാകാം. അതേസമയം ഒരു ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഈ ലോകത്തോടുള്ള ബന്ധം ഇത്തിക്കണ്ണിക്ക് ഒരു വൃക്ഷത്തോടുള്ള ബന്ധം. എന്താ? ഈ ലോകമെന്ന വൃക്ഷം വീഴുമ്പോൾ അവനും അതിനോടുകൂടെ നശിക്കും. ഇതാണ് ഒരു ദൈവവൈതലും ഒരു ലോക മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലുള്ളതിനോടെല്ലാം പാലിക്കേണ്ട അകലം കേട്ടോ. ഇന്നെൻ്റെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, നമ്മൾ പാലിക്കേണ്ട കൃത്യമായ അകലം നമ്മൾ സൂക്ഷിച്ച് ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മളിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് യേശുക്രിസ്തു ആരാണ്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ക്രിസ്തു ശാസ്ത്രമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ എനിക്ക് ഡോക്ടർ ഒരു ധൈര്യം തന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് 1-ാം അധ്യായത്തിലെ നമ്മുടെ പഠനം അതങ്ങ് വെട്ടിച്ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് നമ്മൾക്ക് നൽകപ്പെടുന്ന 18 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. 18 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് യോഹന്നാൻ സുവിശേഷകനായ യോഹന്നാൻ നൽകുന്ന മറുപടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊന്ന് നമ്മൾ കണ്ടത് യേശുക്രിസ്തു വചനമാണ്, ദ വേർഡ് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് യേശുക്രിസ്തു ദ ക്രിയേറ്റർ ഗോഡാണ്, സ്രഷ്ടാവായ ദൈവമാണ്. ആവർത്തിക്കുന്നില്ല. മൂന്നാമത് നമ്മൾ കണ്ടത്, കാണാൻ ശ്രമിച്ചത്, ഞാൻ അപ്പോഴാണ് ധ്യാന കുസുമങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചത്. എന്താ? യേശുക്രിസ്തു ആരാണ്? 9-ാം വാക്യം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശുക്രിസ്തു, ദ ട്രൂ ലൈറ്റ്. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രത്യേക പ്രയോഗമാണിത്. സത്യ വെളിച്ചം.
ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. സത്യ വെളിച്ചം, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ട്രൂ ലൈറ്റ് എന്ന. ഈ സുവിശേഷത്തിൽ ഞാനെല്ലാം അരിച്ചുപറക്കി നോക്കി പറയുകയല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം യേശുക്രിസ്തു വെളിച്ചമാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്നാൽ അതിനിപ്പുറത്ത് എന്ത് ചേർത്തിട്ടുണ്ട്? ട്രൂ ലൈറ്റ്. ക്രിസ്തു സത്യ വെളിച്ചമാണ്. ലോകത്തിലുള്ള എല്ലാ വെളിച്ചങ്ങളും, ഞാനിപ്പോ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാം, അതെല്ലാം നിർമ്മിക്കപ്പെട്ടതാണ്. നിർമ്മിക്കപ്പെട്ട ഏത് വെളിച്ചം നോക്കിയോ അതിനെല്ലാം ഒരു ആരംഭമാണ്. ഞാൻ ഒരു വാചകം പറയുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവനിൽ നിന്ന് ജീവൻ പകരുക. അതുപോലെ തന്നെയാണ് വെളിച്ചത്തിൽ നിന്ന് മാത്രമേ വെളിച്ചം പകരൂ. ലോകത്തിലുള്ള സകല വെളിച്ചങ്ങൾക്കും കാരണമായി തീർന്ന സത്യവെളിച്ചം, ട്രൂ ലൈറ്റ്, കർത്താവായ യേശുക്രിസ്തുവാണ്. ഇതൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ഇനി നമ്മൾ നോക്കുക, സത്യ വെളിച്ചമെന്ന് 1:9 പറയുമ്പോൾ 6:32 പറയുന്നത് ശ്രദ്ധിച്ചോ? അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാലപ്പമാണ്. മലയാളം ബൈബിളിൽ സാക്ഷാലപ്പമാകുന്നു എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ബൈബിള് ഈ മിക്കവാറും പേരിപ്പം ബൈലിംഗ്വൽ ബൈബിളാണല്ലോ ഉപയോഗിക്കുന്നത്, അല്ലേ? രണ്ട്, ഇംഗ്ലീഷും മലയാളം. അവിടെ നോക്കിയേ, അവിടെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ ട്രൂ ബ്രെഡ് എന്നാണ്. മനസ്സിലായോ? യേശുക്രിസ്തു സത്യ വെളിച്ചമാണ്. യേശുക്രിസ്തുവാണ് സത്യ അപ്പം, ട്രൂ ബ്രെഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതൊക്കെ നമുക്ക് 6-ാം അധ്യായത്തിൽ വരുന്നോണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എന്നാൽ ഇപ്പം ഞാനൊരു സൂചന പറയാം. എന്താ? ഏതപ്പം തിന്നാലും പിന്നെയും വിശക്കും, കേട്ടോ. ലോകത്തിലെ ഏതപ്പം ഭക്ഷിച്ചാലും പിന്നെയും വിശക്കും. എന്നാൽ മനുഷ്യന്റെ ആത്മീക വിശപ്പ് എന്നേക്കുമായി മാറ്റുന്ന അപ്പമാണ്, ജീവാഹാരമാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ 1, സത്യ വെളിച്ചമാണ്. 2, സത്യ അപ്പമാണ്, ട്രൂ ബ്രെഡ്, സാക്ഷാൽ അപ്പമാണ്. മൂന്നാമത് നോക്കുക, 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ പറയുകയാണ്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. സാക്ഷാൽ മുന്തിരിവള്ളി. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയേ, I am the true vine. I am the true vine. ഇവിടെ എല്ലാം ട്രൂ എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ വരുമ്പോൾ സാക്ഷാൽ എന്നും പിന്നെ വാസ്തവമായെന്നും ഒക്കെയുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ട്രൂ എന്നുള്ള വാക്കാണ്. ഇനി നോക്കുക, 1 യോഹന്നാൻ, യോഹന്നാന്റെ സുവിശേഷമല്ല, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇത് വിട്ടുപോകരുത് ഈ വചനം. എന്താ? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു. യേശുക്രിസ്തു സത്യ ദൈവമാണ്. ഞാനിപ്പോ അവിടെ അങ്ങ് നിർത്തിയിട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പഠനത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു സത്യ വെളിച്ചമാണ്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശുക്രിസ്തു. ഒരു വാക്കൂടെ നമ്മുടെ റോമാലേഖനം, എഫേസ്യ ലേഖനം പഠനത്തിൽ
ഞാൻ സാന്ദർഭികമായി പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു വാക്ക്, ഒരു പ്രധാന കാര്യം കൂടെ സൂചിപ്പിച്ച് അടുത്ത ആശയത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തു എന്ന വെളിച്ചം, ഈ വെളിച്ചത്തെ നമ്മൾക്ക് വേറൊരു വിധത്തിൽ കാണാം. ഞാൻ എൻ്റെ ലൈബ്രറിയിലുണ്ട്, വലിയ ഒരു എഴുത്തുകാരനാണ് സത്യശീലൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, ജി സുശീലൻ എന്ന ദൈവദാസൻ, ജി സുശീലൻ. ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഒട്ടേറെ പേരുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ നിരവധി നല്ല ഗ്രന്ഥങ്ങൾ, ഈടുറ്റ ഗ്രന്ഥങ്ങൾ, എഴുതിയിരിക്കുന്നതും മുഴുവനും തകർപ്പൻ പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഗുരു എന്നുള്ള ഒരു പുസ്തകം. ഗുരു എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ഗുരു എന്നുള്ളതിൻ്റെ നിർവചനം, ഗുരു എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും ഈ പദം സംസ്കൃതത്തിലുള്ള വാക്കാണ്. ഗുരു എന്നുള്ള പദം സംസ്കൃതത്തിൽ നിന്ന് ഉള്ള ഒരു വാക്കാണ്. 2 അക്ഷരങ്ങളാണ് അതിനുള്ളത്. എന്തൊക്കെയാ? ഗുരു എന്നുള്ളതിന് ഗുകാരവും, കാരം എന്ന് പറഞ്ഞ അക്ഷരം എന്നാണ് കേട്ടോ, ഗുകാരവും രുകാരവും. ഗു എന്ന ആ അക്ഷരത്തിന്റെ അർത്ഥം അറിയാമോ? ആ അക്ഷരത്തിന്റെ അർത്ഥം ഇരുട്ട് എന്നാണ്. ഗു എന്ന അക്ഷരത്തിന്റെ അർത്ഥം ഇരുട്ട് എന്നാണ്. രുകാരം, രു എന്ന അക്ഷരത്തിന്റെ അർത്ഥം നീക്കുന്നവൻ എന്നാണ്. അപ്പൊ ഗുരു ആരാണ്? ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട് നീക്കുന്നവനാണ് ഗുരു. ഞാൻ ഇനി ഒറ്റ വാചകത്തിൽ പെട്ടെന്ന് പറയട്ടെ. ലോക ചരിത്രത്തിൽ ഇരുട്ട് നീക്കാൻ വന്ന, അഥവാ തൻ്റെ അവതാരം കൊണ്ട് മനുഷ്യൻ അഭിമുഖീകരിച്ച ഇരുട്ട് നീക്കിയ ഏക ഗുരു, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ഇരുട്ട് എന്നുള്ളതിന് ഞാൻ 2 മാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇരുട്ട് എന്നുള്ളതിന് വേദപുസ്തകാടിസ്ഥാനത്തിൽ അതിന് 2 മാനങ്ങൾ, 2 തലങ്ങൾ നൽകും. ഒന്ന്, ഇരുട്ട് പാപത്തെ കാണുകയാണ്, അന്ധകാരത്തിൽ നടക്കുക. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ മുമ്പേ നിങ്ങൾ, എഫേസ്യർ 5:8, മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു. ഇരുളിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ തെറ്റാണ്, ഇരുളിലായിരുന്നു എന്നല്ല. പിന്നെ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, നിങ്ങൾ ഇരുളായിരുന്നു, നിങ്ങൾ ഇരുട്ട് ആയിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ? മനുഷ്യൻ ഇരുട്ടിലാണ്. ആ ഇരുട്ട് എന്തിനെ കാണിക്കുകയാണ്? ആ ഇരുട്ട് പാപത്തെ കാണിക്കുകയാണ്, പാപത്തെ കാണിക്കുകയാണ്. ഇനി നോക്കുക, ഇരുട്ട് എന്നുള്ളതിന് വേദപുസ്തകം നൽകുന്ന 2-ാമത്തെ മാനം, 2-ാമത്തെ അർത്ഥം നോക്കണം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായം എടുത്താണ്. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ന്യായവിധി എന്ന് പറഞ്ഞാൽ അതെന്താണ് നോക്കിയേ. ന്യായവിധി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ യേശുക്രിസ്തു പറയുകയാണ്. എന്താ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പൊ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ വ്യാഖ്യാനം എന്നുണ്ടല്ലോ, ലോകത്തിലെ ഒരു മതഗുരുവിനും ലോകം ഇതപര്യന്തം കണ്ടിട്ടുള്ള ഒരു ഉപദേഷ്ടാവിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് യേശു കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്താ കർത്താവ് പറഞ്ഞത്? ഇരുട്ടെന്ന് പറഞ്ഞാൽ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ അവന്റെ പ്രവൃത്തി ദോഷമുള്ളത് കൊണ്ട് വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. യഥാർത്ഥത്തിൽ
ഇരുട്ട് എന്ന് പറയുന്നത് ന്യായവിധിയാണ്. ഒന്ന് പാപമാണ്, രണ്ട് ന്യായവിധിയാണ്. ഇനി എല്ലാവരും ഒന്ന് കേട്ടിരുന്നാ മതി, എന്നെ ശ്രദ്ധിച്ചാൽ മതി. യേശു കർത്താവ് പറഞ്ഞ എന്താ? കർത്താവ് പറഞ്ഞ പല ഉപമകളിൽ കർത്താവ് പറഞ്ഞ ഒരു പ്രയോഗമാണ്, അവനെ പിടിച്ചു കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളുക. ഏറ്റവും പുറത്തുള്ള ഇരുട്ട് അതേതാണ്? ന്യായവിധിയാണ്. ഏത് ന്യായവിധി? എന്ത് ന്യായവിധി? നരകം. നരകം. ഇന്ന് രാത്രി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് തുടർന്ന് ഇപ്പൊ ധാരാളം പേര് ഈ ക്ലാസ്സുകള് യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കട്ടെ, പാപവും തൽഫലമായുള്ള ന്യായവിധിയായ നരകവുമാണ് യഥാർത്ഥ ഇരുട്ട്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ ഇരുട്ട് അതാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ ചുമ്മാരങ്ങ് സ്തോത്രം പറഞ്ഞല്ല കേട്ടോ. ഈ ഇരുട്ടു മാറ്റിയ സത്യ വെളിച്ചം, പാപം നീക്കി മനുഷ്യന്റെ ന്യായമായ ശിക്ഷാവിധിയായ ഏറ്റവും പുറത്തുള്ള ഇരുട്ടായ നരകത്തിൽ നിന്ന് അവനെ ഉദ്ധരിച്ച് എന്നേക്കുമുള്ള വെളിച്ചത്തിലേക്ക് നടത്തിയ ഗുരു, സത്യ വെളിച്ചം കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാന് ഒരു വലിയ സംഭവം ഇതോട് ചേർത്ത് വെക്കട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതൊന്നുമല്ല. അപ്പോൾ ദൈവാത്മാവ് എനിക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് കൂടെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതിന് കൂടുതൽ മാധുര്യം ഏറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും എന്തുണ്ടായി? ഇരുട്ട്. അത് പറയിപ്പിക്കാണ്, അത് പറയാൻ വേണ്ടിയാ. സ്തോത്രം. ഓർക്കണേ, ഈ 6 മണി എന്ന് പറയുന്നത് യഹൂദ കണക്കനുസരിച്ചുള്ള, റോമൻ കണക്കനുസരിച്ചുള്ള 6 മണി എന്ന് പറയുന്നത് നട്ടുച്ചയ്ക്ക് 12 മണിയാണ്. 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെയുള്ള സമയം യേശുക്രിസ്തു എവിടെയായിരുന്നു? യേശുക്രിസ്തു എവിടെയായിരുന്നു? ഇരുട്ടിലായിരുന്നു. ഈ 3 മണിക്കൂർ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചത് ഇരുട്ടിന്റെ ഘോരത്വമാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ. ഞാൻ ആ റെഫറൻസ് പിന്നെ നോക്കി പറയാം. എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ. ഈ 3 മണിക്കൂർ യേശുക്രിസ്തുവിന്റെ പരിചയക്കാരാരായിരുന്നു? യേശുക്രിസ്തുവിന്റെ പരിചയക്കാർ അന്ധകാരമായിരുന്നു, ഇരുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, പെട്ടെന്ന് ആ ഭാഗം നിർത്തട്ടെ. ആ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ലോകം കേട്ട കർത്താവായ യേശുവിന്റെ അധരപുടങ്ങളിൽ നിന്ന്, ഖണ്ഡനാദങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? സകലവും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇരുട്ട് അവസാനിപ്പിച്ചു. ഇരുട്ട് അവസാനിച്ചു. എന്നേക്കുമുള്ള പ്രഭാതം, എന്നേക്കുമുള്ള മനുഷ്യൻ, എന്നേക്കുമുള്ള വെളിച്ചം മനുഷ്യന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇരുളിനെ ഭേദിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ് പുറത്തു വന്നു. ഈ 3 മണിക്കൂർ യേശുക്രിസ്തു അനുഭവിച്ചത് എന്താണ്?
എന്താണ്? ലോകം കണ്ടോ യേശു അനുഭവിച്ച എന്താണെന്ന്? അന്ധകാരം, അന്ധകാരം. അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്ട്, ഇരുട്ട്, അന്ധകാരം. പക്ഷെ എന്താ അത്? നരകം. നരകം. നരകം, നരകം. നരകം. കുഞ്ഞ് സഹോദര, സഹോദരി, യേശു സത്യ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? എന്താ? നിന്റെ നരകമായ ഇരുട്ട് അനുഭവിച്ച് തീർത്തിട്ട് ആ നരകത്തിൽ നിന്ന് വിടുവിച്ച വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ഇതാണ് സത്യ വെളിച്ചം. ഇവിടെ ഒരു ന്യായമായ സംശയമുണ്ടാകാം. ആ സംശയം, മനുഷ്യൻ നിത്യകാലം അനുഭവിക്കേണ്ടതാണല്ലോ നരകം, ഇല്ലേ? മനുഷ്യൻ നിത്യകാലം അനുഭവിക്കേണ്ടതല്ലേ നരകം? 3 മണിക്കൂർ ഈ നരകം യേശു അനുഭവിച്ചാൽ എങ്ങനെയാണ് ഞാൻ നിത്യകാലം അനുഭവിക്കേണ്ട നരകം മാറ്റപ്പെടുന്നത്? എങ്ങനെയാണ്? ന്യായമായ സംശയമല്ലേ? ഞാൻ ഈ പറയുന്നത് ഒരു കണക്കാണ്. ഞാൻ കണക്കിന് തീരെ മോശമായിരുന്നു. എനിക്ക് ഏറ്റവും കുറച്ച് മാർക്ക്. ഞാൻ ജയിച്ചത് തന്നെ അച്യുതമേനോന്റെ കരുണ കൊണ്ടാണ് ജയിച്ചത്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്, കണക്കിന് ജയിച്ചത്. അപ്പോ ഞാൻ ഈ പറയുന്ന കണക്ക് എന്തായാലും ഇത് എനിക്കറിയാവുന്ന കണക്ക്. പരിമിതമായ ഒരു സംഖ്യയെ അപരിമിതമായ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം അപരിമിതമായിരിക്കും. പരിമിതമായ ഒരു സംഖ്യയെ പരിമിതമായ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം പരിമിതമായിരിക്കും. ഞാൻ വ്യക്തമാക്കാം, ലളിതമാക്കാം. സോറി. ഇത് 3 ഗുണം 3 എത്ര? 3-നെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എത്ര? 6. 3-നെ 3 കൊണ്ട് ഗുണിച്ചാൽ കൂട്ടുകയല്ല, ഗുണിക്കുക. എത്ര? 9. 3 ഗുണം 3 സമം 9. യേശുക്രിസ്തു ക്രൂശിൽ ഇരുട്ട് അനുഭവിച്ചത്, അഥവാ ഇരുട്ടിൽ കിടന്നത് എത്ര മണിക്കൂറാ? 3 മണിക്കൂർ. 3 മണിക്കൂർ അല്ലേ? 6 മണി നേരം മുതൽ ആകെ 6 മണിക്കൂറാണ് യേശു ക്രൂശിൽ കിടന്നത്. അതിൽ ഇരുട്ടിൽ കിടന്നത് 3 മണിക്കൂർ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ. ഇനി ഈ 3 മണിക്കൂറിനെ, അഥവാ ഈ 3-നെ നിത്യത കൊണ്ട് ഗുണിച്ചാൽ, ഇറ്റേണിറ്റി കൊണ്ട് ഗുണിച്ചാൽ, പറഞ്ഞ ഉത്തരം മൂന്നിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 ആണ്. എന്നാൽ 3-നെ നിത്യത കൊണ്ട് ഗുണിച്ചാൽ, എൻ്റെ യേശു കർത്താവ് ക്രൂശിൽ ഇരുട്ടിൽ ചെലവഴിച്ച 3 മണിക്കൂർ നിത്യത കൊണ്ട് ഗുണിച്ചാൽ, തൻ്റെ നിത്യത കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താണ്? ജീവിതമായിരിക്കും. നിത്യകാലം ഞാൻ കുരിശിൽ അനുഭവിക്കേണ്ട ഇരുട്ടിന്റെ ഭീകരത, നരകം മുഴുവൻ എൻ്റെ കർത്താവ് അനുഭവിക്കും എന്ന് നരകത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന്. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആരാണ്? സത്യവെളിച്ചമാണ്. ഏതൊരു മനുഷ്യനെയും ഇരുട്ടിൽ നിന്ന് നിത്യമായ പ്രകാശത്തിലേക്ക്. യെശയ്യാ പ്രവചനത്തിലൊരു വചനമുണ്ടല്ലോ, റഫറൻസ് കൃത്യം ഞാൻ ഓർക്കുന്നില്ല.
നിന്റെ സൂര്യൻ ഇനി അവസാനിക്കുകയില്ല. ഈ വാക്യത്തിനൊക്കെ ഭൗതിക അർത്ഥമാണ് പലരും കൊടുക്കുന്നത് കേട്ടോ. അല്ല, ഇനി നിന്റെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുകയില്ല. യേശുക്രിസ്തു സത്യ വെളിച്ചമാണ്. മുന്നോട്ട് പോകാം. വാച്ച് നോക്കിയപ്പോഴാണ് സമയം കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കർത്താവിൻ്റെ ജഡാവതാര കാലഘട്ടത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ യോഹന്നാൻ 8:12 കർത്താവ് താൻ തന്നെ അവകാശപ്പെട്ടു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഇപ്പം എനിക്ക് 8:12 വരുമ്പോൾ അന്ന് സമയം ലാഭിക്കാൻ പറ്റി. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് അന്ന് സമയം ലാഭിക്കാൻ പറ്റും. അന്ന് നമ്മൾക്ക് ക്ലാസ് ദൈവം അനുവദിക്കുന്നെങ്കിൽ. യെസ്, ഇവിടെ ഈ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, ഈ 9-ാം അധ്യായം ഒരു വലിയ പഠനമാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ പ്രവാചകൻ ക്രിസ്തുബന്ധിതമായ യേശുക്രിസ്തുവിനെ ബന്ധിക്കുന്ന ഒരു പ്രവചനം അവിടെ നടത്തുന്നുണ്ട്. ഒന്ന് വായിച്ചു തരാമോ? 9-ാം അധ്യായം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഇതേതാ ഈ സ്ഥലം എന്നറിയാമോ? ഇരുട്ടിലിരുന്ന ഈ ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയുന്ന ഈ സ്ഥലം ഏതാണെന്നറിയാമോ? മത്തായി സുവിശേഷം 4-ാം അധ്യായം വാക്യം വായിച്ചു പോകാം. മത്തായി ഈ യെശയ്യാ പ്രവചനം 9:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി നോക്കുക, മത്തായി 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. സെബൂലൂനും നഫ്താലിയും അന്ധകാരത്തിൽ ഇരുന്ന ആ സ്ഥലം എന്ത് ചെയ്തു? ഇരുട്ടിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. എപ്പോഴാണ് ഈ വെളിച്ചം കണ്ടതെന്നറിയാമോ? ആ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കൊണ്ട് നോക്കിയേ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. നസ്രേത്ത് വിട്ട് സെബൂലിന്റെ നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള യേശുക്രിസ്തു സെബൂലൂനിലും നഫ്താലിയിലും ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഭാഗം വായിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിച്ചേച്ച് കിടക്കുവാണെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ ഒറ്റ വാചകത്തിൽ പറയട്ടെ, എൻ്റെ യേശു എവിടെ ചെന്നോ ആ സ്ഥലം വെളിച്ചം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ലോക ചരിത്രമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സെബൂലൂനും നഫ്താലിയും, യേശു കർത്താവ് സെബൂലൂനും നഫ്താലിയിലും ചെന്നപ്പോൾ ഒരു പ്രവചനത്തിന്റെ നിവർത്തി മത്തായി പറയുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് രാത്രി ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതാ പറയാനുള്ളത്. എന്താ? കർത്താവേ, ഇരുട്ടിലിരുന്ന എനിക്ക് വലിയൊരു വെളിച്ചം കാണാൻ കൃപയുണ്ടായി. ഇനി ഞാൻ ഒരു വാചകം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് അടുത്ത ആശയത്തിലേക്ക് പോകട്ടെ. വലിയൊരു വെളിച്ചം കാണുക മാത്രമല്ല, പിന്നെ മത്തായി 5:8-9 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ കർത്താവ് പറഞ്ഞു? ഈ വെളിച്ചത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല,
നിങ്ങൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ഒരു വാക്യം കൂടെ നേരത്തെ പറഞ്ഞ വാക്യമാണ്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചോ. എഫേസ്യർക്കെഴുതിയ ലേഖനം 5:8. എഫേസ്യർ 5:8. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇരുട്ടിലായിരുന്നു എന്നല്ല, പിന്നെ ഇരുളായിരുന്നു. നിങ്ങൾ മുമ്പ് ഇരുളായിരുന്നു. ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. വെളിച്ചം കാണുക മാത്രമല്ല, വെളിച്ചത്തിലേക്ക് വരിക മാത്രമല്ല, ഇപ്പൊ നമ്മൾ ആരായി മാറി? വെളിച്ചമായി മാറി. ഈ രൂപാന്തരമാണ് യേശുക്രിസ്തു ഒരു വ്യക്തിക്ക് നൽകുന്നത്. മുന്നോട്ട് പോകാം. അപ്പോൾ ഇപ്പൊ 3 കാര്യങ്ങൾ. ക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിൽ 3 മറുപടികൾ നമ്മൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു. 1, വചനമാണ്. 2, സൃഷ്ടാവായ ദൈവമാണ്. 3, സത്യ വെളിച്ചമാണ്. ഇനി 14-ാം വാക്യം നമ്മൾ നേരത്തെ അല്പം ധ്യാനിച്ചത് കൊണ്ട് ഞാൻ ആ വചനം മാത്രമേ പറഞ്ഞു പോകുള്ളൂ. എന്താ? യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ജഡമായി തീർന്ന വചനമാണ്. 1-ാം വാക്യത്തിൽ വചനമെന്ന് മാത്രമേ ഉള്ളൂ, ദ വേർഡ് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 14-ാം വാക്യത്തിൽ വചനമെന്ന് മാത്രമല്ല, പിന്നെ വചനം ജഡമായി തീർന്നു, ആയിത്തീർന്നു. വചനം, ഇടയ്ക്ക് ചുമക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണേ, അത് ഇച്ചിരി കട്ടിയായിട്ടാണ് ഞാൻ ചുമക്കുന്നത്, ക്ഷമിക്കണം. വചനം ജഡം ആയി തീർന്നു. കേൾക്കണേ, ഞാൻ ഈ പറയുന്ന വാചകം മുമ്പ് നമ്മൾ നേരത്തെ ചിന്തിച്ചതല്ല, ഇപ്പൊ ഈ പറയുന്നത് വചനമായി തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്കുള്ള മാറ്റമാണത്. ഈ വചനത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദൈവം എന്ന അവസ്ഥയായിരുന്നു, ദൈവം ആയിരുന്നു. എന്നാൽ ഇപ്പൊ ഈ വചനത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം നടന്നു. എന്താ? വചനം ജഡം ആയിത്തീർന്നു. നമ്മൾ ഈ വാക്കുകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. യേശുക്രിസ്തു മുമ്പ് അല്ലാതിരുന്ന ഒരവസ്ഥയിലേക്ക് യേശുക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്യുക? ആയിത്തീർന്നിരിക്കുകയാണ്. യേശുക്രിസ്തു എന്നും മനുഷ്യനായിരുന്നെന്നാ ചിലരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് ഈ യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്നവർ പറയുന്നത് യേശുക്രിസ്തു മനുഷ്യനാണ്. അല്ല, യേശുക്രിസ്തു മനുഷ്യത്വത്തിലേക്ക് വന്നതാണ്, ജഡം സ്വീകരിച്ചതാണ്, ജഡം ആയിത്തീർന്നതാണ്. വചനം ജഡം ആയിത്തീർന്നതാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗം ഈ ആയിത്തീർന്നു എന്നുള്ള വചനം, ആ പദപ്രയോഗം വെച്ച് ഞാനൊരു പഠനം നടത്താൻ നോക്കി കേട്ടോ. ക്ഷമിക്കണേ, ഞാനങ്ങ് പറഞ്ഞു പോയി. ഇതൊക്കെ എനിക്ക് പഠിക്കുക എന്ന് പറയുന്നതുകൊണ്ട് അതങ്ങ് ശരിക്കും അരച്ച് കലക്കി കുടിക്കണമെന്നുള്ള ആഗ്രഹക്കാരൻ. ജഡം ആയിത്തീർന്നു. ഇനി നോക്കുക, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഞാൻ ഈ പറയുന്നത് ഒന്ന് കുറിച്ചിട്ട് നോട്ട് ചെയ്തേച്ചാൽ മതി. എനിക്കതൊക്കെ വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ വിശദീകരണത്തിന് പോകുന്നില്ല. 2:8 മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളവനായി. മനുഷ്യരെ അനുസരിപ്പിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ അനുസരിക്കുന്നവനായി മാറി. ഉണ്ടോ? മാറ്റം കണ്ടോ?
മറ്റുള്ളവർ അനുസരിക്കുവാൻ ബാധ്യതയുള്ള ദൈവം ഇപ്പം ആരായി? അനുസരണമുള്ള മനുഷ്യനായി മാറി. ഇനി നോക്കുക, 2 കൊരിന്ത്യർ 5:21. 2 കൊരിന്ത്യർ 5:21. എൻ്റെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഒട്ടേറെ പേർക്ക് ഈ വാക്യമൊക്കെ മനപ്പാടാണ്. കാര്യം അവർ മിക്കവാറും എല്ലാം ഞായറാഴ്ചയും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന വാക്യങ്ങളാണ്. 5:21 എന്താ? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. പാപമാക്കപ്പെട്ടു, ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. അനുസരിപ്പിക്കുന്ന ദൈവം അനുസരണമുള്ളവനായി തീർന്നു. പാപം അറിയാത്ത ദൈവം പാപമായി തീർന്നു. ഇതെന്തൊരു ക്രിസ്റ്റോളജിയാ പ്രിയപ്പെട്ടവരെ. ഇതിലും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നു എന്ന് വിചാരിക്കാനങ്ങ് പോവുക. ഇനി 4 നോക്കുക. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഗലാത്യർ 3:13. എന്താ? ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങുവാൻ എന്ത് ചെയ്തു? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി, എന്റെ ദൈവത്തിന് സ്തോത്രം, ശാപമായി തീർന്നു. ചിന്തിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തുവും ശാപവുമായിട്ട് എന്താ ബന്ധം? പക്ഷെ എനിക്ക് വേണ്ടി, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ജഡമായി തീർന്നവൻ ശാപമായി തീർന്നു. ജഡമായി തീർന്നവൻ അനുസരണമുള്ളവനായി തീർന്നു. ജഡമായി തീർന്നവൻ പാപമായി തീർന്നു. ജഡമായി തീർന്നവൻ ശാപമായി തീർന്നു. ഇനിയും ഉണ്ട് കേട്ടോ. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. എബ്രായർ 2:17. ഞാന് വിശദീകരണത്തിന് നിൽക്കുന്നില്ല. 2:17 സഹോദരന്മാർക്ക് തുല്യനായി തീർന്നു. എനിക്കും നിങ്ങൾക്കും തുല്യനായി തീർന്നു. പാപമൊഴികെ തുല്യനായി തീർന്നു. ഇനിയും യേശുക്രിസ്തു മത്തായി 21:42 വാക്യം മൂലക്കല്ലായി തീർന്നു. മനുഷ്യർ തള്ളിയ കല്ല് മൂലക്കല്ല് ആയി തീർന്നു. എബ്രായർ 5:9. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് പഠിച്ച് കുത്തിക്കുറിച്ച് വെച്ചതാ കേട്ടോ. ദൈവത്തിൽ കണ്ടതാ. 5:9 നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് പഠിച്ചു നോക്ക. യേശുക്രിസ്തു മുമ്പ് അല്ലാതിരുന്ന ആ അനുഭവത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു ആയിത്തീർന്നു. ആ വാക്കിന്റെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓർക്കുന്നു. വേദപുസ്തകത്തിലെ, ദൈവവചനത്തിലെ, ബൈബിളിലെ ഓരോ വാക്കും കണക്ക് കൂട്ടി പ്രയോഗിച്ചിരിക്കുന്ന, പാഴാക്കി കളയാൻ ഒരു വാക്കും ഈ പുസ്തകത്തിൽ ഇല്ല. ആയിത്തീർന്നു. വചനം ജഡം ആയിത്തീർന്നു. 4 കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ? 1, യേശുക്രിസ്തു ദൈവവചനമാണ്. 2, യേശുക്രിസ്തു വചനമാണ്. 1. 2, യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവമാണ്. 3, യേശുക്രിസ്തു സത്യ വെളിച്ചമാണ്.
4 ജഡമായി തീർന്ന വചനമാണ് കർത്താവായ യേശുക്രിസ്തു. ജഡമായി തീർന്ന വചനമാണ്. 4 അല്പം വിസ്തൃതമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. 17 വാക്യം നോക്കിയേ. യോഹന്നാൻ 1:17. ആരും വായിക്കും? മോശെ മുഖാന്തരം ലഭിച്ച കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. പൂർണ്ണമായിട്ട് വായിച്ചാട്ടെ. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും മതി. അതാ നമുക്കിനി 18 വാക്യം പിന്നെ ചിന്തിക്കും. 17 എന്താ? ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. ലഭിച്ചു എന്നുള്ള വാക്ക് ഓർക്കണേ. ലഭിച്ചു. പിന്നെ കൃപയും സത്യവും വരികയായിരുന്നു. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. സീനായി പർവ്വതത്തിലേക്ക് മോശയെ വിളിച്ചിട്ട് വലിയവനായ ദൈവം കൽപ്പനകളിൽ തന്റെ കരാങ്കുലി കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പന മോശ മുഖാന്തരം നമ്മൾക്ക് ലഭിച്ചു. ഇസ്രായേൽ ജനത്തിന് ലഭിച്ചു. എന്നാൽ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് കൃപയും സത്യവും സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. കൃപയും സത്യവും. സ്തോത്രം. ഇവിടെ യേശുക്രിസ്തു ആരെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവുണ്ട് അല്ലേ? എന്താ ഉത്തരം? ദ മീഡിയേറ്റർ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. കൃപയുടെയും സത്യത്തിന്റെയും മധ്യസ്ഥനാണ് യേശുക്രിസ്തു. നമ്മുടെ മുമ്പിൽ ഇനി വളരെ ചുരുക്കം മിനിറ്റുകളേ ഉള്ളൂ. എന്നാൽ ഈ വിഷയം ഒരു വിശാലമായ വിഷയം. ഇവിടെ കാണുന്ന 2 നിയമങ്ങളാണ്. മനസ്സിലാകുന്നോ? അൺമ്യൂട്ട് ചെയ്താൽ കുഴപ്പമില്ലാത്തവർ. അപശബ്ദങ്ങൾ വീട്ടിൽ നിന്ന് വരുമെങ്കിൽ പാത്രം തട്ടുന്ന ശബ്ദവും കുഞ്ഞുങ്ങളുടെ കരച്ചിലും അങ്ങനെയൊക്കെയുള്ള ശബ്ദം വരികയില്ല എന്ന് ഉറപ്പുള്ളവർ, ഞാൻ അതിനെ കുറ്റം പറയല്ല കേട്ടോ, വരികയില്ലെന്ന് ഉറപ്പുള്ളവർ അൺമ്യൂട്ട് ചെയ്ത് തന്നെ ഒന്ന് സഹായിച്ചാൽ അത് വളരെ എനിക്ക് ഒരു അനുഗ്രഹമായിരിക്കും, ഒരു സഹായമായിരിക്കും. അൺമ്യൂട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒന്ന് ഓഫ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അതെ, വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് അതങ്ങ് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ 2 നിയമങ്ങൾ ഏതൊക്കെയാ? ഒന്ന് പഴയ നിയമമാണ്, മറ്റേത് ഏതാ? പുതിയ നിയമമാണ്. ഇത് 2 യുഗങ്ങളാണ്. ഏതൊക്കെയാ? ഈ വാക്യം നോക്കിയിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഒന്ന് ന്യായപ്രമാണ യുഗമാണ്, മറ്റേത് കൃപായുഗമാണ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരമാണ് അൺമ്യൂട്ട് ചെയ്ത് പറയേണ്ടത്. എന്താ? നമ്മൾ ഇപ്പൊ എവിടെ? കൃപായുഗത്തിൽ. ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ? അല്ല, കൃപായുഗത്തിലല്ല. സ്തോത്രം. കേട്ടോ? നമ്മളാ ഈ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പോവാണേ. എല്ലാരും ക്ലാസ്സിൽ അറ്റൻറ്റീവാണ്. എല്ലാവരും ഓർക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. കേട്ടോ? മോശയുടെ പഴയ നിയമത്തിന്റെ കീഴിലല്ല, ക്രിസ്തുവിന്റെ കൃപയുടെ കീഴിലാണ് ഇന്ന് ദൈവമക്കൾ. ഞാൻ ഒരു ലേഖനം നിങ്ങളെ പരിചയപ്പെടുത്താം. അത് ശരിക്കും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ അനുഗ്രഹമായിരിക്കും. ഏതാണെന്നറിയാമോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം
6 അധ്യായങ്ങളാണ്. 6 അധ്യായങ്ങളാണ്. അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം എന്താണ്? 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായപ്രമാണം നൽകുന്ന ന്യായവിധിയും കൃപ നൽകുന്ന സ്വാതന്ത്ര്യവുമാണ് വിഷയം. ന്യായപ്രമാണത്തിന്റെ കീഴിലെ അടിമത്തവും കൃപയുടെ കീഴിലെ സ്വാതന്ത്ര്യവുമാണ് വിഷയം. ഗലാത്യ ലേഖനത്തിലെ വിഷയം എഴുതിട്ടോ, ഗലാത്യ ലേഖനം, എന്നിട്ട് വലതുവശത്ത് വിഷയം, അതിനടിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഇത് എന്താ? ന്യായപ്രമാണത്തിന്റെ അടിമത്തവും കൃപയുടെ സ്വാതന്ത്ര്യവും. കേൾക്കണേ, കേൾക്കണേ. കൃപ നൽകുന്ന സ്വാതന്ത്ര്യം. ഇവിടെ ഞാൻ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വചനം ആരും പോവുകയല്ലോ. ഒരു വചനം 5-ാം അധ്യായം എടുത്തേ. 5-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് 5:3. ആരെങ്കിലും ഒന്ന് വായിച്ചേ. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. 4-ാം വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാനങ്ങ് മിണ്ടാതിരിക്കുക കേട്ടോ, മൗനമായിട്ട് അങ്ങ് ഇരിക്കുക. കേട്ടോ? ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിപ്പാൻ ഇച്ഛിക്കുന്ന ഏത് മനുഷ്യനോടും ദൈവവചനം പറയുക, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയവരാണ്. പഠനം നമ്മൾക്ക് തുടരാം. ഇത് വളരെ വിസ്തൃതമാണല്ലോ. ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥൻ മോശയാണ്. കൃപയുടെ മധ്യസ്ഥൻ, കൃപയുടെയും സത്യത്തിന്റെയും മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ന്യായപ്രമാണം പറയുന്നത് പാപി മരിക്കണമെന്ന്. മനസ്സിലായോ? ന്യായപ്രമാണം പറയുന്നത് പാപി മരിക്കണമെന്ന്. കൃപയുടെ പ്രമാണം എന്താണെന്നറിയാമോ? പാപിക്ക് വേണ്ടി മരിക്കുക എന്നതാണ്. പാപിക്ക് വേണ്ടി മരിക്കുക. ഒരു ഓട്ടപ്രദക്ഷിണം പോലെ ഞാൻ പറയട്ടെ. ഈ ന്യായപ്രമാണം എന്നുള്ളത് നമ്മൾ പഠിച്ചാൽ 6 പ്രധാന വിശേഷണ പദങ്ങൾ 6 വിധത്തിൽ ഉപമിച്ചിട്ടുണ്ട് ന്യായപ്രമാണത്തെ. ന്യായപ്രമാണത്തെ 6 വിശേഷണങ്ങൾ കൊണ്ട് ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവവചനം നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഞാൻ അതെല്ലാം ഓരോ വാക്കിൽ പറയുകയുള്ളൂ കേട്ടോ. വിശദീകരിക്കേണ്ടതാണ്. നിങ്ങളുടെ വിശദീകരണത്തിന് ഞാനത് വിടുക. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചാട്ടെ. എഴുതുന്നതിനിടയ്ക്ക് വായിക്കാൻ പറ്റില്ല. അവൻ നിങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാരന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. പുതുനിയമത്തിന്റെ ശുശ്രൂഷക്കാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. മതി. ന്യായപ്രമാണം അഥവാ പഴയ നിയമത്തിന്റെ ഒരു പേരെന്താണെന്നറിയാമോ? അക്ഷരം എന്നാണ്. ദ ലെറ്റേഴ്സ്. എന്താണ് ഈ അക്ഷരത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? അവിടെ തന്നെ കാണാം. അക്ഷരം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കും. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നത് അക്ഷരവും
പുതിയ നിയമം ആത്മാവുമാണ്. കൃപ ആത്മാവാണ്. മോശ മുഖാന്തരം വന്നത് അക്ഷരമാണ്. കൊല്ലുമത്. അക്ഷരം കൊല്ലും പ്രമാണിക്കാത്തവനെ. അന്ന് ഇതും കൊണ്ട് താഴോട്ടിറങ്ങി വന്ന അന്ന് 3000-ഓളം പേരെ കൊന്നു. രണ്ടാമത്തത് ന്യായപ്രമാണം എന്താണ്? നമ്മൾ പഠിച്ചതാ, റോമാലേഖനം പഠിച്ചപ്പോൾ. ന്യായപ്രമാണം എന്താണെന്നറിയാമോ? ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. ഗലാത്യർ 3:24-25 വാക്യങ്ങൾ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണത്തിന് വേറൊരു പേര് പറഞ്ഞ്, ശിശുപാലൻ. ശിശുപാലകൻ. ഈ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ ന്യായപ്രമാണം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എന്താ ചെയ്യുന്നേ? അവരെ മെച്ചുവറാക്കി, ശിശുവിനെ എന്ത് ചെയ്യുക? വളർത്തി മെച്ചുവറാക്കിയിട്ട് എങ്ങോട്ട് നടത്തുന്നു? ക്രിസ്തുവിങ്കലേക്ക് നടത്തുന്നു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ ആരാണെന്നറിയാമോ? ശിശുക്കളാണ്. കൃപയുടെ കീഴിലുള്ളവരോ പുത്രന്മാരാണ്. ശിശുക്കളല്ല, പുത്രന്മാരാണ്. ഇനിയും ഈ ഒരൊറ്റ വിഷയം ഐച്ഛികമായിട്ട് ക്ലാസ് എടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഒരവസരം ഉണ്ടാക്കിയാൽ മതി, നമുക്കത് അന്നേരം ചിന്തിക്കാം കേട്ടോ. ഇതിപ്പോ ഇത്രേ പറയാൻ പറ്റുമോ? യോഹന്നാൻ സ്നാപകൻ തൻ്റെ കൂടെ 2 ശിഷ്യന്മാര് 1-ാം അധ്യായത്തിലുണ്ട്, യോഹന്നാൻ 1-ലുണ്ട്. എന്ത് ചെയ്തു? യോഹന്നാൻ ആരായിരുന്നു? ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ ആളായിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ. യോഹന്നാൻ എന്ത് ചെയ്യുന്നറിയാമോ? കേൾക്കുന്നുണ്ടല്ലോ, എല്ലാരും കേൾക്കുന്നുണ്ട്. ജോസാറും എല്ലാരും കേൾക്കുന്നത് എന്താ? പിന്നെ യോഹന്നാൻ സ്നാപകൻ ചെയ്തെന്താ? കൂടുള്ള 2 ശിഷ്യന്മാർ, തൻ്റെ ശിഷ്യന്മാർ, ശിശുപാലകർ, ഇവരെ ഇതുവരെയും പാലിച്ചുകൊണ്ടിരുന്ന ഈ കൂടുള്ള 2 പേരോട് യേശു ഇങ്ങനെ പോകുന്നുണ്ട്. പറഞ്ഞു, ഇത്രയും കാലം നിങ്ങളെ ഞാൻ പരിപാലിച്ചു, ഞാൻ വളർത്തി, നിങ്ങൾ എൻ്റെ ശിഷ്യനാണ്. 2 പേരും എൻ്റെ ശിഷ്യന്മാരാണ്. എന്നതേ അവൻ്റെ കൂടെ പോക്കോ. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കൂടെ നിന്ന 2 എണ്ണവും ആരുടെ പുറകെ പോയി? ആരുടെ പുറകെ പോയി? യേശുവിന്റെ പിന്നാലെ പോയി. ഇന്നത്തെ യോഹന്നാച്ചന്മാരായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അങ്ങനെ പറഞ്ഞെങ്കിലും പോലെ എൻ്റെ കൂടെ നിന്നോണേന്ന് പറഞ്ഞു. യോഹന്നാൻ അത് കണ്ട് സന്തോഷിച്ചു. ന്യായപ്രമാണത്തിന്റെ ജോലി എന്താ? ഇത്രയേ ഉള്ളൂ. ഈ ശിശുക്കളെ വളർത്തി പുത്രത്വത്തിലേക്ക് നയിച്ച് യേശുവിനെ പരിചയപ്പെടുത്തുക, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നയിക്കുക. അപ്പോൾ ന്യായപ്രമാണം എന്താണ്? 1 അക്ഷരമാണ്, 2 ശിശുപാലകനാണ് ന്യായപ്രമാണം. 3-ാമത് അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ 15-ാം അധ്യായം. എല്ലാവരും എടുത്തൊക്കെ നോക്കണേ. ഇത് ഞാൻ ചുമ്മാ പറയുന്നതാണോ അതോ പുസ്തകത്തിലുണ്ടോ എന്നുള്ള അറിയണ്ടേ? അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. 15-ന്റെ 8. ഹൃദയങ്ങളെ അറിയുന്ന അല്ല, ദൈവം 8 സോറി 10. അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? എന്താ ന്യായപ്രമാണം? മുഖം. സ്തോത്രം. ഇതൊരു നുകമാണെന്നേ. നമ്മൾക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കുവാൻ കഴിയാത്ത നുകം. അതാണ് എന്താ? അതാണ് ന്യായപ്രമാണം.
നോക്കിയേ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കിയേ. ഗലാത്യർ 5:5. സോറി, 5:1. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്റെ ദൈവമേ, ഞാൻ മനപ്പാടം പറയാം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ, മനപ്പാടം പഠിച്ചു വെച്ചേക്കണേ. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടുത്ത വാചകം എന്താ? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഉണ്ടോ? ന്യായപ്രമാണം എന്താ? അടിമനുഖം. എന്റെ പ്രിയമുള്ളവരെ, ഈ ക്ലാസ്സിൽ എന്നെ ശ്രദ്ധിക്കുന്നവരും തുടർന്ന് എൻ്റെ ഈ വാക്കുകൾ കേൾക്കാൻ പോകുന്നവരുമായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ദൈവവചനം പറയുക, ദൈവവചനം പറയുകയാണ്, നിങ്ങൾ ഇതിന്റെ കീഴിലേക്ക് പോയാൽ, ഇതിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നാൽ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. യേശുക്രിസ്തു നിമിത്തമുള്ള സ്വാതന്ത്ര്യത്തിൽ പങ്കാളികളല്ല എന്ന് വരികയാണ്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇനി നോക്കുക, ന്യായപ്രമാണം എന്താണ്? നമ്മൾ ഈ വിഷയം ചിന്തിച്ച ഒരു ഘട്ടമുണ്ട്. അതാണ് ഈ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണം ക്രൂരനായ ഭർത്താവാണ്, കരുണയില്ലാത്ത ഭർത്താവാണ്. എന്നാൽ ന്യായപ്രമാണം ഭർത്താവാണ്, കൃപയും യേശുക്രിസ്തുവും ഭർത്താവാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിക്കും, പക്ഷേ അണിവിരൽ കൊണ്ടുപോലും നമ്മളെ സഹായിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ ചുമ്മാതെ സ്തോത്രം പറയുകയല്ല. ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ മരിക്കാൻ പിതാവായ ദൈവം അനുവദിച്ചു. കൊന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ല. എന്തായാലും ആ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ഭർത്താവിനെ മരിക്കാൻ ദൈവം അനുവദിച്ചു. എന്നിട്ട് എന്നെ എന്ത് ചെയ്തു? ന്യായപ്രമാണം എന്ന ഭർത്താവിനെ അല്ല, എന്നെ മരിക്കാൻ അനുവദിച്ചു. ഈ ഭാര്യയായി എന്നെ മരിക്കാൻ അനുവദിച്ചു. ഭർത്താവിനെ അല്ല, കേട്ടോ, ഞാൻ വലിയൊരു വേദവിപരീതമാണ് പറഞ്ഞു. ന്യായപ്രമാണം മരിക്കുന്നില്ല, ന്യായപ്രമാണം എന്നും ഉണ്ടാവും. എന്നാൽ എന്നെ മരിക്കാൻ അനുവദിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായ എന്നെ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ചിട്ടുയർത്തെഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന ഭർത്താവിന്റെ ഭാര്യയാക്കി എന്നെ മാറ്റി. ഇപ്പൊ ഞാൻ ആരുടെ ഭാര്യ? ന്യായപ്രമാണത്തിന്റെ ഭാര്യ അല്ല, ക്രിസ്തുവിന്റെ, കൃപയുടെ ഭാര്യയാണ്, ക്രിസ്തുവിന്റെ ഭാര്യയാണ്. ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇനി ന്യായപ്രമാണം എന്താണ്? എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ ഷൈജൻ ബ്രദറെ? 2-ാം അധ്യായത്തിന്റെ എഫേസ്യ ലേഖനം 2:15-16 ന്യായപ്രമാണം നമ്മുടെ ശത്രുവാണ്. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കിയതിനാൽ ഇരുപക്ഷത്തെ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ന്യായപ്രമാണം എന്ന ശത്രുത്വം ക്രൂശിൽ വെച്ച് യേശുക്രിസ്തു നീക്കി. ന്യായപ്രമാണം നമ്മുടെ മിത്രമല്ല, ന്യായപ്രമാണം നമ്മുടെ ശത്രുവാണ്. ആ ശത്രുത്വം
മാറ്റിയത് ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോഴാണ്. ന്യായപ്രമാണത്തിന്റെ ശാപമായതെല്ലാം നീക്കുവാൻ പ്രായശ്ചിത്താർത്ഥമായി ക്രൂശിൽ മരിച്ച് യേശു കർത്താവ് നമ്മളെ വിടുവിച്ചു. ബീനാഗലിന്റെ മനോഹരമായൊരു ഗാനമുണ്ട്. ഞാനവിടെ ആ ഭാഗം നിർത്തുകയാണ്. ന്യായപ്രമാണം ശത്രുവാണ്, ശത്രുത്വമാണ്. എന്നാൽ അവിടെ നിന്ന് ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? ദൈവത്തോട് യോജിപ്പിച്ചിട്ട് ക്രിസ്തുവിന്റെ ശരീരമാക്കി തീർത്തു. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ല. ഒടുവിൽ ന്യായപ്രമാണം എന്താണ്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. നമ്മൾക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്താണ് ന്യായം. ഞാൻ പറയട്ടെ, നമ്മൾ ആരാണ്? നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ചില ആവേശമൊക്കെ കാണുന്നുണ്ട്. എനിക്കങ്ങ് വലിയ ജാള്യത തോന്നും, നാണം, ലജ്ജ തോന്നും. അതാണ് എൻ്റെ പദം യോജിച്ച പദമാണ്. കാരണം സ്തോത്രം, ചിന്തിക്കണേ ജോസാറെ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ജിജി ബ്രദർ, എല്ലാവരോടും ഞാൻ പറയാം, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആർക്കാ നൽകിയത്? ഇസ്രായേൽക്കാർക്ക്. നമുക്ക് അതുമായിട്ട് എന്നാ ബന്ധം? നമ്മളാരാ? സഭ. എന്താണെന്നും മിണ്ടാത്ത? രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമല്ല. സഭ. അവർ ഇസ്രായേൽ ആണെങ്കിൽ നമ്മളാരാ? നമ്മൾ ജാതികളാ. ഒരു ഇസ്രായേലിന് ന്യായപ്രമാണമായിട്ട് ബന്ധമുണ്ട്, പുറജാതിക്ക് എന്നാ ബന്ധം? ഇവിടുത്തെ അധ്യക്ഷന്മാരോട്, തിരുമേനി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ ബിഷപ്പുമാരോടും ഈ അച്ഛന്മാരോടും, അച്ഛന്മാരെന്ന് പറയുന്നവരോടും, പിന്നെ ഇതിന്റെ കർമാചാരങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആളുകളോട് ചോദിക്കുക, നിനക്കിതുമായിട്ട് എന്താ ബന്ധം? അടുത്ത ആഴ്ച എല്ലാവരും ക്ലാസ്സിൽ കാണുമല്ലോ. ജാതികൾക്കെതിരെ പഴയ നിയമത്തിൽ 39 പുസ്തകവും എനിക്കും നിങ്ങൾക്കും എതിരാ. ഇതും പൊക്കിപ്പിടിച്ചോണ്ട് ഞങ്ങൾക്ക് കുർബാനയുണ്ട്, ഞങ്ങൾക്ക് യാഗമുണ്ട്, ഞങ്ങൾക്ക് പുരോഹിതനുണ്ട്, ഞങ്ങൾക്ക് മഹാപുരോഹിതനുണ്ട്, ഞങ്ങൾക്ക് ദേവാലയമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുക. ഇത്രയും ആവേശഭരിതനായി പറഞ്ഞ് ക്ഷമിക്കണം. എന്താ? പുറജാതികൾക്ക് ന്യായപ്രമാണവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു യഹൂദൻ അഭിമാനിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനിക്കാം. പുറജാതികളായ നമ്മൾക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്ത്, ശാപം മാത്രമല്ലാതെ ഒരൊറ്റ അനുഗ്രഹവും പുറജാതിക്കില്ല. കേട്ടോ? എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ ശാപത്തിന്റെ കീഴിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി കൃപയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന കർത്താവായ യേശുവിന്റെ സ്നേഹം. ഇതാണ് നമ്മുടെ പുതിയ അനുഭവം. ഏകദേശം മനസ്സിലായല്ലോ? യോഹന്നാൻ 1:17 എന്താ? ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം. ദൈവം അനുവദിച്ചാൽ ഈ കൃപ നിമിത്തം നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പം ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, അത് നമ്മളോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എന്ന് നമ്മൾ. എന്നാൽ കൃപ നിമിത്തം നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ പഠനമുണ്ടല്ലോ. സ്തോത്രം. ഒരായുസ് മുഴുവൻ, നിത്യത മുഴുവൻ കർത്താവിന് നന്ദി പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് കൃപ ആമേൻ. നിമിത്തം എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ട് വചനങ്ങൾ ഒന്ന് ചേർത്ത് വെച്ച് ഞാൻ നിർത്തട്ടെ. 1:14, യോഹന്നാൻ 1:14. കൃപയും സത്യവും നിറഞ്ഞവനാണ് യേശുക്രിസ്തു. 1:17, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. കൃപയും സത്യവും നിറഞ്ഞവൻ കൃപയുടെയും സത്യത്തിന്റെയും മധ്യസ്ഥനായി ലോകത്തിലേക്ക് വന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഉത്തരങ്ങളിലൊന്ന് യേശുക്രിസ്തു കൃപയുടെയും സത്യത്തിന്റെയും മധ്യസ്ഥൻ എന്നുള്ളതാണ്. ഇന്ന് സമയം എന്നത്തെ പോലെ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ നിർത്തട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ കേൾക്കുന്നവരാരും എന്നെ വിധിക്കരുത്. ദൈവവചനത്തിലെ സത്യങ്ങൾ ഉൾക്കൊണ്ട് വചനാനുസൃതം മുന്നോട്ട് പോകുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അതാണ് അനിവാര്യം, അതാണ് കരണീയം, അതാണ് ആവശ്യമായിട്ടുള്ളത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.